നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. വ്രതാനുഷ്ഠാന നിറവിൽ ഇന്ന് ചെറിയ പെരുന്നാൾ. റമദാനിൽ നാം നേടിയ ആത്മീയ ചിന്ത ചോർന്നു പോവാതെ കാത്തു സൂക്ഷിക്കണമെന്ന് കുറുക്കോളി ജനമല്ലേ. പുതുതലമുറയ്ക്ക് സ്നേഹം പകർന്നു നൽകാനുള്ള ദിവസമാകട്ടെ പെരുന്നാൾ ദിനമെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ. പെരുന്നാളിനെ വരവേറ്റ് മൈലാഞ്ചി കൈകളൊരുക്കി. മൈലാഞ്ചി ചുവപ്പിന്റെ മുഞ്ചിൽ ഇന്ന് ചെറിയ പെരുന്നാൾ. മന്ദാരം പബ്ലിക്കേഷൻ ലിറ്ററേച്ചർ ഓഫ് ലവ് എന്ന സന്ദേശ ക്യാമ്പയിനും ശരറാന്തൽ എന്ന സാഹിത്യകൃതിയുടെ പ്രകാശനവും ഏപ്രിൽ 13. കൈത്താങ് ചാരിറ്റി വാട്സപ്പ് കൂട്ടായ്മ ഭക്ഷ്യദാന കിറ്റ് വിതരണം. വിശദമായ വാർത്തകൾ. സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ആഘോഷം. മനസ്സും ശരീരവും ശുദ്ധമാക്കി ചെറിയ പെരുന്നാളിനെ വരവേറ്റ് വിശ്വാസികൾ. റമദാൻ വ്രതാനുഷ്ഠാനങ്ങളുടെ പരിസമാപ്തിയാണ് ചെറിയ പെരുന്നാൾ. രാവിലെ നടന്ന ഈദ്ഗാഹിൽ നിരവധി വിശ്വാസികൾ പങ്കാളികളായി. ഹൃദയത്തിൽ നിന്നുതിരുന്ന ആഹ്ലാദത്തിന്റെ തക്ബീർ മന്ത്രങ്ങളോടെയാണ് വിശ്വാസികൾ ഈദുൽ ഫിത്തറിനെ വരവേൽക്കുന്നത്. 30 ദിവസം നീണ്ട റമദാൻ വ്രതാനുഷ്ഠാനത്തിന്റെ പരിസമാപ്തി. പുതുവസ്ത്രത്തിന്റെ നിറവും അത്തറിന്റെ സുഗന്ധവുമാണ് പെരുന്നാളിന്. മസ്ജിദുകളിലും ഈദ്ഗാഹിലുമാണ് പെരുന്നാൾ നമസ്കാരങ്ങൾ നടക്കുന്നത്. തിരൂർ MES സെൻട്രൽ സ്കൂളിൽ നടന്ന ഈദ്ഗാഹിന് ഡോക്ടർ അബ്ദുൾ മജീദ് സ്വാലഹി നേതൃത്വം നൽകി. വലിയ നന്ദിയാണ് ഈ നമസ്കാരത്തിലൂടെയും തക്ബീറിലൂടെയും നാം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു പറഞ്ഞു, നിങ്ങൾക്ക് ഹിദായത്ത് നൽകിയതിനാണ് നിങ്ങൾ ഈ തക്ബീർ മുഴക്കുന്നത്. അല്ലാഹു അക്ബർ എന്ന് പറയുന്നത് നമ്മുടെ ചുണ്ടുകളിൽ വെറുതെ അങ്ങ് പോകേണ്ട ഒരു ആശയമല്ല. അത് നമ്മുടെ മസ്തിഷ്കത്തിൽ ചുടുന്നു നിൽക്കേണ്ട, നമ്മുടെ ഹൃദയത്തെ ചുടുന്നു നിൽക്കേണ്ട, നമ്മുടെ ജീവിതത്തെ മുഴുവൻ ഭരിക്കേണ്ട വലിയ ഒരു ആശയമാണ് നാം പ്രഖ്യാപിക്കുന്നത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. തൗഹീദിന്റെ, ഈമാനിന്റെ മഹാശബ്ദമാണ് ഇന്ന് നഗരത്തിലും ഗ്രാമങ്ങളിലും ഓരോ പ്രദേശത്തും മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിന്റെ മലക്കുകൾ ഈ തക്ബീറുകൾക്ക് സാക്ഷിയാണ്. നമ്മുടെ പ്രാർത്ഥനകൾക്ക് അല്ലാഹുവിന്റെ മലക്കുകൾ സാക്ഷിയാണ്. ഈ കൊച്ചു വെളുപ്പാം കാലത്ത് നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത് അല്ലാഹു നൽകിയ ഈമാനിന്റെ ബലമാണ്. അല്ലാഹു നൽകിയ ഹിദായത്തിന്റെ ബലമാണ്. ഹിദായത്ത് ലഭിക്കാത്ത എത്രയോ മനുഷ്യര് നമുക്ക് ചുറ്റും ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഹിദായത്തിൽ നിന്ന് പുറംതിരിഞ്ഞു നിൽക്കുന്ന മനുഷ്യർ എത്രയോ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഹിദായത്ത് ലഭിച്ചതിന് ശേഷവും ആ ഹിദായത്തിനെ തള്ളിപ്പറയുന്ന എത്രയോ മനുഷ്യർ നമുക്കിടയിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിനെ മനസ്സിലാക്കിയിട്ട് അല്ലാഹുവിനെ നിഷേധിക്കുന്നവർ, പ്രവാചകനെ മനസ്സിലാക്കിയിട്ട് പ്രവാചകനെ
പറയുക, റബ്ബിനെ നാം സ്തുതികൾ അർപ്പിക്കുക, റബ്ബിലേക്ക് നാം എല്ലാം തവക്കുലാക്കുക. നാം നിരന്തരമായി പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന, റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ. അല്ലാഹുവേ, ഹിദായത്തിന്റെ വെളിച്ചം ഞങ്ങൾക്ക് നൽകിയതിനു ശേഷം അത് പടിയിറങ്ങുന്നത് തെറ്റിപ്പോകുന്ന ഒരവസ്ഥ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകല്ലേ എന്ന് ആത്മാർത്ഥമായി ഓരോ വിശ്വാസിയും പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഈമാനോടുകൂടി മരിക്കണം, ഈമാനോടുകൂടി ജീവിക്കണം. ഈമാനിന്റെ പ്രകാശം ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും തെളിച്ചമുള്ള ഒരു ജീവിതത്തിന് വഴി കാണിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഹിദായത്ത് പടിയിറങ്ങുന്നതിന് കരുതലോടുകൂടി കാണേണ്ടതുണ്ട്. മഹാനായ പ്രവാചകൻ നമ്മോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്, യാ മുസർരിഫൽ ഖുലൂബ് സർരിഫ് ഖൽബി അലാ ദീനിക്. ഹൃദയങ്ങളെ മാറ്റി മറിക്കുന്ന റബ്ബേ, എന്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ നീ ഉറപ്പിച്ചു നിർത്തണം. ദീനിൽ നിന്ന് തെറ്റിപ്പോയാൽ നമ്മുടെ ജീവിതം നഷ്ടമാണ്, ഇഹലോകവും പരലോകവും നമുക്ക് നഷ്ടമാണ്. മഹാദുരന്തത്തിന്റെ നിത്യ ജീവിതമാണ് നമ്മുടെ മുമ്പിലുള്ളതെന്ന് തിരിച്ചറിയാൻ കഴിയണം. തൗഹീദാണ് നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കേണ്ടത്. ഈമാനാണ് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിക്കേണ്ടത്. ഈമാനും ഹിദായത്തുമാണ് നമ്മുടെ ഹൃദയത്തിന്റെ വിളക്കുകാലുകൾ. അതുകൊണ്ട് തൗഹീദിന്റെ ബലത്തിൽ, തൗഹീദിന്റെ ദൃഢത്വത്തിൽ, തൗഹീദിന്റെ തണലിൽ മുന്നോട്ട് പോകാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണമെന്നാണ് എനിക്ക് ഇവിടെ കൂടിയ വിശ്വാസി സമൂഹത്തോട് ഉണർത്താനുള്ളത്. തിരൂർ കോരങ്ങത്ത് ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് നിരവധി വിശ്വാസികൾ പങ്കാളികളായി. ولا تجسسوا ولا يغتب بعضكم بعضا أيحب أحدكم أن يأكل لحم أخيه ميتا فكرهتموه واتقوا الله إن الله تواب رحيم يا أيها الناس إنا خلقناكم من ذكر وأنثى കുടുംബ ബന്ധങ്ങൾ പുതുക്കാനും സൗഹൃദങ്ങൾ പങ്കുവെക്കാനുമുള്ള അവസരമാണ് ഇന്നത്തെ ദിനം. ആഹ്ലാദത്തിനും ആഘോഷത്തിനും പ്രപഞ്ചനാഥനിൽ നിന്ന് പ്രതിഫലം ലഭിക്കുന്ന ദിവ്യാനുഭവമാവുകയാണ് ഈദുൽ ഫിത്തർ. വെട്ടം ന്യൂസ്, തിരൂർ. പരിശുദ്ധിയുടെ റമദാനിൽ നാം നേടിയ ആത്മീയ ചിന്ത ചോർന്നു പോവാതെ കാത്തു സൂക്ഷിക്കണമെന്ന് കുറുക്കോളി മൊയ്തീൻ MLA. സ്നേഹമുള്ളവരെ, ഒരാഘോഷത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ കൊടും ചൂടിൽ കടന്നു വന്ന പരിശുദ്ധിയുടെ റമദാന് പിറകെ വരുന്ന ചെറിയ പെരുന്നാൾ ഇതാ നമ്മളിലേക്ക് ആഗതമായിരിക്കുകയാണ്. ഈ ഉഷ്ണകാലത്ത് വളരെ പ്രയാസപ്പെട്ടാണെങ്കിലും വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് മുന്നോട്ട് പോയ നാം നേടിയ ആത്മീയ ഗുണങ്ങളെല്ലാം നമുക്ക് ചോർന്നു പോകാതെ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. നമുക്ക് അതിൻ്റെ മഹത്വത്തോടു കൂടി തന്നെ സന്തോഷകരമായ ഈ പെരുന്നാൾ ആഘോഷത്തിലേക്ക് ഒരുങ്ങാം. എല്ലാവർക്കും ഞാൻ പെരുന്നാൾ ആശംസകൾ നേരുകയാണ്. മതസൗഹാർദ്ദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും നാട്ടിൽ വ്രതാനുഷ്ഠാനങ്ങൾക്കൊടുവിൽ വന്നെത്തിയ ചെറിയ പെരുന്നാൾ പുതുതലമുറക്ക് സ്നേഹം പകർന്നു നൽകാനുള്ള ദിവസമാകട്ടെ എന്ന് കായിക വകുപ്പ് മന്ത്രി വി. അബ്ദുറഹ്മാൻ. സാഹോദര്യത്തിൻ്റെയും മതസൗഹാർദ്ദത്തിൻ്റെയും നാടായ കേരളം ഈദിനെയും വിഷുവിനെയും ഒന്നിച്ച് എതിരേൽക്കാൻ പോവുകയാണ്. സ്നേഹത്തിൻ്റെ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ സഹനത്തിൻ്റെ നാളുകൾ പിന്നിട്ട് ഈദും കർഷക സ്വപ്നങ്ങൾ പൂവണിയുന്ന വിഷുവും ഒന്നിച്ചെത്തുകയാണ്. എല്ലാ വെട്ടം ടെലിവിഷൻ്റെ പ്രേക്ഷകർക്കും ഈദ് വിഷു ആശംസകൾ നേരുന്നു. ഒരു മാസക്കാലത്തെ വ്രതാനുഷ്ഠാനത്തിനൊടുവിൽ വന്നെത്തിയ ചെറിയ പെരുന്നാളിനെ മൈലാഞ്ചി മഞ്ചോടെ വരവേൽക്കാനൊരുങ്ങുകയാണ് പെൺകുട്ടികൾ. കൈകളിൽ പതിയുന്ന മൈലാഞ്ചി ചുവപ്പ് കുട്ടികൾക്ക് സന്തോഷത്തിൻ്റെ പകിട്ട് നൽകുമ്പോൾ കുടുംബങ്ങളുടെ കൂടിച്ചേരലുകൾ കൂടിയാണ് ഈ ചെറിയ പെരുന്നാൾ.
തിരൂർ താഴെപ്പാലത്തെ പൊയിലശ്ശേരി ഷിഹാബിന്റെ വീട്ടിൽ പുതുവസ്ത്രങ്ങൾക്കൊപ്പം മൈലാഞ്ചി മഞ്ചോടെ പെരുന്നാളിനെ വരവേൽക്കുന്ന തിരക്കിലാണ് പെൺകുട്ടികൾ. വീടുകളിലെ മൈലാഞ്ചി കൂട്ടായ്മ സാഹോദര്യത്തിന്റെ ഒരു പെരുന്നാൾ കാഴ്ച തന്നെയാണ്. വിവിധ തരം മൈലാഞ്ചിക്കൂട്ടുമായി മൊഞ്ചത്തിമാരും കുട്ടിക്കൂട്ടങ്ങളും ഒത്തുകൂടുമ്പോൾ കൈകളിൽ വിരിയുന്നത് മൈലാഞ്ചി ചുവപ്പിന്റെ കരവിരുതുകളാണ്. സാമൂഹിക മാധ്യമങ്ങളിൽ വരുന്ന പുതിയ ഡിസൈനുകളെ അനുകരിച്ചാണ് കയ്യിൽ മൈലാഞ്ചി അണിയുന്നത്. ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി നാരണ കയ്യിൽ ഉണ്ടു പ്രിയേ കൽബിലാശ മുന്തിരി തിന്നിടുവാൻ കൂടമുള്ള ചിരിയുള്ള കുയിലിന്റെ സ്വരമുള്ള പുതുപുതു മണവാട്ടി നിന്റെ അരിമുള്ള കിണാവിലെ അഴകിറു പുതുമരൻ ഇതിലിതാ ഇതാ വരുന്നേ പെണ്ണെ ഇതിലിതാ വരുന്നേ കായലികത്ത് വയറിഞ്ഞപ്പോ വളകിലുക്കിയ സുന്ദരി പെണ്ണു കെട്ടിന് കുറിയെടുക്കുമ്പോൾ ഒരു നിറത്തിന് ചേർക്കണേ മാണിക്യമലരായ പൂവി മഹദിയാം ഖദീജ ബീവി മക്ക എന്ന പുണ്യനാട്ടിൽ വിളച്ചിടുന്നാരീ. പെരുന്നാളിന്റെ പ്രത്യേക ആകർഷണമായ മൈലാഞ്ചി തന്നെയാണ് ആഘോഷവേദിയിലെ താരം. ഒരു കാലത്ത് തൊടിയിൽ നിന്ന് എടുക്കുന്ന മൈലാഞ്ചി ചെടി അമ്മിയിലിട്ടും മറ്റും അരച്ച് കുഴമ്പ് രൂപത്തിലാക്കിയിരുന്ന മൈലാഞ്ചികളായിരുന്നു കൈകളിൽ മൊഞ്ചു തീർത്തിരുന്നത്. എന്നാൽ കാലം മാറിയതോടെ മൈലാഞ്ചി ഇടലിനും മാറ്റങ്ങൾ കൈവന്നു. നുള്ളിയെടുത്ത മൈലാഞ്ചി ഇലകൾക്കു പകരം കറുപ്പ്, ചുവപ്പ്, മെറൂൺ നിറങ്ങളിലുള്ള ട്യൂബ് മൈലാഞ്ചികളാണ് യുവതലമുറകൾക്കിടയിൽ താരം. 70-ലേറെ ഡിസൈനുകളാണ് മെഹന്തി ഇടുന്നവർക്കിടയിൽ പ്രചാരത്തിലുള്ളത്. അറബിക്, ഇറാൻ ഡിസൈനുകൾക്കൊപ്പം ഇന്ത്യൻ ഡിസൈനുകളും വരച്ചു കൊടുക്കുന്നവരുണ്ട്. 3D ഡിസൈനുകളിലൂടെയും കൈകൾ മനോഹരമായി അലങ്കരിക്കുന്നവർ ഏറെയാണ്. അങ്ങനെ മൈലാഞ്ചിയുടെ മുഞ്ചും പുത്തൻ വസ്ത്രങ്ങളുടെ പകിട്ടുമായി വലിയ സന്തോഷത്തിന്റെ ചെറിയ പെരുന്നാളിനെ വരവേൽക്കുകയാണ് പെൺകുട്ടികൾ. മന്ദാരം പബ്ലിക്കേഷൻ ലിറ്ററേച്ചർ ഓഫ് ലവ് എന്ന സന്ദേശ ക്യാമ്പയിനും ശരറാന്തൽ എന്ന സാഹിത്യകൃതിയുടെ പ്രകാശനവും സാഹിത്യ സംഗമവും ഏപ്രിൽ 13 ശനിയാഴ്ച രാവിലെ 10 മണിക്ക് കേരള സാഹിത്യ അക്കാദമി തൃശ്ശൂരിൽ നടക്കും. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള 100-ലേറെ എഴുത്തുകാർ പങ്കെടുക്കുന്ന ചടങ്ങിൽ കവി A.T. അബൂബക്കർ അധ്യക്ഷത വഹിക്കും. ചലച്ചിത്ര താരം രമാദേവി ഉദ്ഘാടനവും പുസ്തക പ്രകാശനവും നിർവഹിക്കും. ശരറാന്തൽ എന്ന സാഹിത്യ പുസ്തകത്തെ കവയത്രി സുഹറ ഗഫൂർ പരിചയപ്പെടുത്തും. ജേർണലിസ്റ്റ് റിയാദ് അസ്ഗാൻ പുസ്തകം ഏറ്റുവാങ്ങും. വിദ്യാർത്ഥികൾക്കായുള്ള സൗജന്യ പുസ്തക വിതരണം ലോക കേരള സഭ അംഗം P.K. കബീർ സലാല നിർവഹിക്കും. മന്ദാരം ഡയറക്ടറും എഴുത്തുകാരനുമായ റഷീദ് വെന്നിയൂർ ആമുഖ പ്രഭാഷണവും ലിറ്ററേച്ചർ ഓഫ് ലവ് എന്ന സന്ദേശ പ്രചരണം കവി ഫ്രെഡി പൗലോസും സംസാരിക്കും. ഫിലിം പ്രൊഡക്ഷൻ കൺട്രോളർ ഷാഫി ചെമ്മാട്, മുൻ ദേവസ്വം ബോർഡ് റിക്രൂട്ട്മെന്റ് സെക്രട്ടറി ശ്യാംകുമാർ, മാധ്യമ പ്രവർത്തകൻ ഡാറ്റസ്, കവികളായ എളവൂർ വിജയൻ, പാലോട്ട് ജയപ്രകാശ്, കവയത്രിമാരായ ദിവ്യ നീലാംബരി, സുശീല നിത്യാനന്ദൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും. കവയത്രിമാരായ സൈരന്ദ്രി വീണ സ്വാഗതവും ഷെറീന KS നന്ദിയും പറയും. മന്ദാരം ഡയറക്ടറും എഴുത്തുകാരനുമായ റഷീദ് വെന്നിയൂർ, സബ് എഡിറ്റർമാരായ ഫ്രെഡി പൗലോസ്, ഷെറീന KS എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, തിരൂർ. കൈത്താങ് ചാരിറ്റി വാട്സപ്പ് കൂട്ടായ്മ ഭക്ഷ്യദാന കിറ്റ് വിതരണം ചെയ്തു. പിന്നോക്കം നിൽക്കുന്ന 200-ൽ പരം കുടുംബങ്ങൾക്കാണ് ഭക്ഷ്യ കിറ്റ് വിതരണം ചെയ്തത്. തിരൂർ ആസ്ഥാനമായാണ് ഈ കൂട്ടായ്മ പ്രവർത്തിക്കുന്നത്. കൈത്താങ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ വാട്സപ്പ് കൂട്ടായ്മക്ക് ഇനിയും ഇതിലേറെ ചെയ്യാൻ കഴിയട്ടെ എന്ന് എൻ്റെ ഇതിൽ ആശംസിക്കുകയാണ്. പിന്നെ നമുക്ക് എല്ലാവിധ ദൈവത്തിൻ്റെ ഭാഗത്ത് എല്ലാവിധ കാര്യങ്ങളും എല്ലാവരും ഉണ്ടായിരിക്കട്ടെ എന്ന്, രോഗങ്ങളെ തൊട്ടെല്ലാം നമ്മളെ ദൈവം കാക്കട്ടെ എന്ന് ആക്കിക്കൊണ്ട് ഞങ്ങൾ എല്ലാവരുടെ ആശംസകളും നൽകുന്നു. പരിക്ക് പറ്റി അത് വകവെക്കാതെ ഇതിനു വേണ്ടി അഹോരാത്രം പണിയെടുത്ത ഈ ഈശ്വരമാഷെ നമ്മൾ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. അതുകൊണ്ട് വൈകിയ വേളയിൽ ഉള്ളൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. ഈ മഹത്തായ ഈ ചടങ്ങിനെ വെളിയങ്കോട് ഉമർ ഖാദിയുടെ പേരമകൻ നിലയിലും ഉമർ ഖാദി പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി എന്ന നിലയിലും ആശംസ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. പാവങ്ങൾക്ക് വേണ്ടി എപ്പോഴും നിലകൊള്ളുന്ന നമ്മുടെ കൈത്താങ്ങിന് ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല ദാനധർമ്മങ്ങളും അതുപോലെ പാവങ്ങളെ സഹായിക്കുവാനും കഴിയട്ടെ. അതിനെന്നും നമ്മുടെ വിശ്വമോഷൻ എന്നും നമുക്ക് ഇതേപോലെ തന്നെ നെടുന്നുണായി നിൽക്കുവാനും അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിക്കുവാനും സാധിക്കട്ടെ എന്നും എല്ലാവർക്കും ഈ വേദിയിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും ഈ പരിപാടിയിൽ ഞാൻ ആശംസ നൽകുന്നു. കൈത്താങ് കുടുംബം ഏകദേശം 1500-ലധികം അംഗങ്ങളിലാണ്.
അതുപോലെ തന്നെ കേരളത്തിൽ തന്നെ നമുക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അതായത് കൈത്താങ് ചാരിറ്റി വാട്സപ്പ് കൂട്ടായ്മ ജില്ലയിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 200-ൽ പരം കുടുംബങ്ങൾക്ക് കൈത്താങ് ചാരിറ്റി കൂട്ടായ്മ ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്തു. തിരൂർ ആസ്ഥാനമായാണ് ഈ കൂട്ടായ്മ പ്രവർത്തിക്കുന്നത്. ഭക്ഷ്യക്കിറ്റ് വിതരണം കേരള ഫോറസ്റ്റ് റിസർച്ച് സെന്റർ അവാർഡ് ജേതാവ് നൂർലേക്ക് നൂർ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ കൈത്താങ് ചാരിറ്റി വൈസ് പ്രസിഡന്റ് EK സൈനുദ്ദീൻ തിരൂർ അധ്യക്ഷത വഹിച്ചു. കൈത്താങ് ചാരിറ്റി ജനറൽ സെക്രട്ടറി വിഷ്വൻ തിരൂർ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. ഉമർ ഗാസി ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി റസാഖ് കൂടല്ലൂർ, ബഷീർ മാഷ് തിരൂർ, രാധാകൃഷ്ണൻ തിരൂർ, സലാം ഹാജി തൂവക്കാട്, ജമീല PV, സജീഷ് മോങ്ങം എന്നിവർ സംസാരിച്ചു. വെട്ടം ന്യൂസ് തിരൂർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.